കേരളത്തിലെ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ കേസ് കൊടുത്ത് നിയമസഭാ സാമാജികനായ ആദ്യത്തെ ആൾ വി.ആർ. കൃഷ്ണയ്യരാണ്. സാക്ഷാൽ ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ. 1960-ലും 1957-ലെ പോലെ തന്നെ വി.ആർ. കൃഷ്ണയ്യർ മത്സരിച്ചത് തലശ്ശേരി മണ്ഡലത്തിൽ നിന്നാണ്. അന്ന് 1960-ലെ തലശ്ശേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി. കുഞ്ഞിരാമനായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടൊക്കെ എണ്ണിയപ്പോഴത്തേക്കും കുഞ്ഞിരാമൻ 23 വോട്ടുകൾക്ക് ജയിച്ചു. വോട്ട് എണ്ണുന്നതിൽ ക്രമക്കേടുണ്ടായി എന്ന് പറഞ്ഞ് വി.ആർ. കൃഷ്ണയ്യർ ഇലക്ഷൻ ട്രൈബ്യൂണലിൽ കേസ് കൊടുത്തു. അങ്ങനെ വോട്ട് വീണ്ടും എണ്ണി. അപ്പോഴേക്കും 23 വോട്ടിന് ജയിച്ച കുഞ്ഞിരാമൻ തോൽക്കുകയും വി.ആർ. കൃഷ്ണയ്യർ 10 വോട്ടുകൾക്ക് ജയിക്കുകയും ചെയ്തു. പിന്നീട് 1965-ലെ തെരഞ്ഞെടുപ്പിൽ അപ്പോഴേക്കും പാർട്ടി രണ്ടായി മാറിയിരുന്നു. CPI-യും CPI-എമ്മും ഉണ്ടായിക്കഴിഞ്ഞു. വി.ആർ. കൃഷ്ണയ്യർ CPI-യുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വീണ്ടും തലശ്ശേരിയിൽ മത്സരിച്ചു. പക്ഷേ അന്ന് ജയിച്ചു കയറാനായില്ല. CPI-എമ്മിലെ പാട്യം ഗോപാലനാണ് ജയിച്ചത്. ഒരു കണക്കിന് അത് നന്നായി. അന്ന് 3-ാം സ്ഥാനത്തായ കൃഷ്ണയ്യർ 3 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ 1968 ഹൈക്കോടതിയുടെ ജഡ്ജിയായി. ഒന്ന് ആലോചിച്ച് നോക്കുക, അന്ന് വീണ്ടും കൃഷ്ണയ്യർ ജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് അഭിമാനമായ ഒരു ജഡ്ജിനെ ആയിരിക്കും നമുക്ക് നഷ്ടമാകുക. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കേസ് ഉണ്ടാകുന്നത്.